ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആമ്പൽ ചെടിയുടെ വിശേഷങ്ങൾ പറയാം. ഇതിനു മുൻപ് ഞാൻ ആമ്പലിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടവർ ഈ വീഡിയോയും കൂടെ ഒന്ന് കാണണേ. എന്തിനെന്ന് വെച്ചാൽ അന്ന് ഞാൻ ആമ്പലിൻ്റെ പ്രൊപ്പഗേഷൻ 2 രീതിയിൽ ചെയ്തു വെച്ചായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് എല്ലാം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ പഴയ ആമ്പലിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കണ്ടു നോക്കണേ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. ഇത് കണ്ട ഒരു കാപ്പിപ്പൊടി കളറിലുള്ള ഇല, ഇത് വേറൊരു തരത്തിലെ ആമ്പലാണ്. 2 സൈസിലുള്ള ആമ്പലാണ് ഞാൻ ഈ പോട്ടിൽ നട്ടിരിക്കുന്നത്. ഒന്ന് വയലറ്റ് കളറിലുള്ള പൂ പിടിച്ച് നിൽക്കുന്ന ഈ ഒരു ആമ്പലും, പിന്നെ മറ്റേ ആമ്പലിൻ്റെ കളറ് നല്ല ചുവന്ന കളറാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ ചേർത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയല്ലേ അത് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. പക്ഷേ അതിനകത്ത് ഇതുവരെ മുട്ടൊന്നും വന്നിട്ടില്ല. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇല പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. നമ്മൾ തണ്ട് മുറിച്ച് അത് കമഴ്ത്തി ഇട്ട് കൊടുത്താൽ മതി. 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇതിനകത്ത് നടുക്ക് ആ ഭാഗത്ത് നിന്ന് ഇലകൾ കിളിർത്ത് വരും. അങ്ങനെ ഒരു പുതിയ ആമ്പൽ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് കണ്ടോ, ഈ ആമ്പൽ ഞാൻ ഇലയിൽ നിന്ന് മുളപ്പിച്ചെടുത്ത ഒരു തൈയാണ്. അത് ഞാൻ ഈ പോട്ടിലോട്ട് നട്ട് കൊടുത്ത് അത് നല്ല രീതിയിൽ വളർന്നു വന്നു. അതിന് അടിയിൽ ഭാഗത്ത് മുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി അതിനകത്ത് നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് എളുപ്പം തന്നെ അത് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാം. നോക്കൂ, ഇത് കണ്ടോ, ഇത് വേറൊരു സൈസിലെ ആമ്പലാണ്. ഇതിൻ്റെ പൂവിൻ്റെ കളറ് ചന്ദന കളറാണ്. ഇതിൻ്റെ ഇലയുടെ അടിഭാഗം കണ്ടോ, ഒരു നീല ഡോട്ട് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ തളിരിലകളിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു നീല ലൈനൊക്കെ ഇതിനകത്ത് കാണാം. ഇതാണ് അതിൻ്റെ പൂവ്, നീല ലൈൻ കണ്ടോ, നല്ല ഒരു ലൈൻ പോലൊക്കെ. അങ്ങനെ നമുക്ക് ഈ ചെടിയെ തിരിച്ചറിയാൻ പറ്റും. ഇതും ഇലയിൽ കൂടെ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാം. തൈകളുണ്ടാവും. അല്ലാതെ അടിഭാഗത്തു നിന്നും നമുക്ക് തൈകൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഏത് രീതിയിലും. പക്ഷെ നമ്മൾ ഒരു സീസൺ കഴിയുമ്പോൾ നമ്മളിത് ഇളക്കി നട്ടു കൊടുത്തെങ്കിൽ മാത്രമേ പിന്നെ നല്ല രീതിയിൽ വളർന്നു വരികയും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ. ഇങ്ങനെ തന്നെ വർഷം തോറും നമ്മൾ വെച്ചിരുന്നാൽ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകത്തില്ല. വളമൊക്കെ ചേർത്ത് നമ്മൾ ഇത് ഇളക്കി ഒന്നുകൂടെ നടണം. നമ്മൾ പുതുതായിട്ട് പിന്നെ അത് ഇളക്കി എടുക്കുമ്പോഴുള്ള വേരുകളെല്ലാം പിന്നെ നട്ട് വെക്കുമ്പോൾ അതെല്ലാം അങ്ങ് അഴുകിപ്പോവും. നല്ല പ്രശ്നമില്ല. പുതിയ വേരുകൾ വരികയും അത് നല്ലതുപോലെ നല്ലൊരു ചെടിയായിട്ട് പിന്നെ അത് കിളിച്ച് വന്നിട്ട് അതിനകത്ത് മുട്ട് വരുമ്പോഴാണ് വലിയ മുട്ടുകളും തുടരെ മുട്ടുകൾ വന്ന് പൂക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ഇളക്കി നടാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്നും ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചിരുന്നാൽ ഇതിനകത്ത് പൂവുകൾ ഉണ്ടാകത്തില്ല. പിന്നെ അത് നശിച്ചു പോകത്തേ ഉള്ളൂ. ഇത് മഞ്ഞ കളറിലുള്ള പൂ പിടിക്കുന്ന ഒരാമ്പലാണ്. ഇതാണ് അതിൻ്റെ പൂവ്. ഇതിൻ്റെ ഇലകളിൽ കൂടെ ഒന്നും നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പുതിയ തൈ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇത് നല്ലതുപോലെ പിഴുതെടുത്തിട്ട് ഇതിനെ തണ്ട് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇല ഒരു കാരണവശാലും മുളച്ച് വരത്തില്ല. അത് അങ്ങനെയുള്ളൊരു സൈസാണ് ഈ കാണുന്ന ഈ ആമ്പൽ. ഇത് നമ്മൾ ഒരുപാട് തൈയിനകത്തൊന്നും ഉണ്ടാക്കിയെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നല്ല റൗണ്ട് ചെയ്താണ് അതിൻ്റെ സ്റ്റെമ്മ് പോയിരിക്കുന്നത്. നമ്മളത് പിഴുതെടുക്കുമ്പോൾ ഒരുപാട് തൈകളായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഞാൻ 2 ആഴ്ചയ്ക്ക് മുൻപേ കട്ട് ചെയ്തെടുത്തിട്ട ഇലയാണ്. ഇതിനകത്ത് കണ്ടോ മുള വരുന്നത്. അത് പുതിയ ചെടിയെ അത് ഉണ്ടായി വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 2 ഇലയായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളിത് ഉടനെ അങ്ങ് എടുത്ത് നട്ട് കഴിഞ്ഞാൽ ഇത് അഴുകി പോകത്തേ ഉള്ളൂ. ഇത് അങ്ങനെ തന്നെ കമഴ്ത്തിയിട്ട് ഒരാഴ്ചയൂടെ നമ്മൾ നോക്കിയിരിക്കാമെങ്കിൽ അതിനകത്തു നിന്നും വേരുകൾ വരാൻ തുടങ്ങും. ആ വേര് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു പാത്രത്തിലോട്ട്
ഇത് അല്പം മണലോ മണ്ണ് ചേർന്ന മിശ്രിതം ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ടത് ഈ ഇലയൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാമെങ്കിൽ അതിനകത്ത് ആ മണ്ണിലേക്ക് ഇതിൻ്റെ വേര് ഇറങ്ങിച്ചെന്ന് അത് പുതിയൊരു ചെടിയായിട്ട് അത് കിളിർക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് അഴുകി പോകത്തതേ ഉള്ളൂ. നമ്മൾ വേര് വന്നതിന് ശേഷം മാത്രമേ ഇതിനെ നമ്മൾ മണ്ണിലേക്ക് നട്ടു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ കമഴ്ത്തി തന്നെ ഇട്ട് കൊടുത്താൽ മതി, ഉടനെ തന്നെ അതിനകത്ത് വേരുണ്ടാവും. അങ്ങനെയാണ് ഈ ഇല നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ കിളിർത്ത് വരുന്ന ഇല നമ്മൾ പുതുതായിട്ട് നട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ആ കിളിർത്ത് വരുന്ന ഭാഗം എപ്പോഴും വെള്ളത്തിന് അടിയിലായിരിക്കണം, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. നമ്മുടെ കയ്യിൽ ഒരു ആമ്പൽ ചെടി ഉണ്ടെങ്കിൽ അത് നമ്മൾ 2-3 പോട്ടിലൊക്കെ ആയിട്ട് നട്ടെടുക്കണം. അതിൻ്റെ തൈകളുണ്ടാക്കി നട്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചെടി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ടല്ലോ, മറ്റേ പോട്ടിൽ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണ്. ചിലപ്പോൾ അത് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. വെള്ളത്തിലേക്ക് ആവുമ്പോൾ അത് ചിലത് അതിൻ്റെ കിഴങ്ങൊക്കെ അഴിയിപ്പാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനൊരു ശ്രദ്ധ വേണം. ഇത് കണ്ടോ, ഇതാണ് ആമ്പലിൻ്റെ കിഴങ്ങ് നട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പ്ലാന്റ്. ഇതാണ് ഞാൻ മുൻപേ ചെയ്ത ഒരു വീഡിയോയിൽ ഞാനിത് ഈ പോട്ടിൽ തന്നെ നട്ട് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. അത് നിങ്ങളൊന്ന് കാണാമെങ്കിൽ മനസ്സിലാവും. കാരണം അന്ന് നട്ടപ്പോൾ അതിന് ഇല പോലും കിളിർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ നോക്കിക്കേ, നല്ല രീതിയിൽ നല്ലൊരു പ്ലാന്റായിട്ട് അത് മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു തൈ നട്ട് കൊടുത്തായിരുന്നു, 2 എണ്ണം ചേർത്ത്. അതാണ് ഈ കാണുന്ന ആമ്പലിൻ്റെ തൈ. അതിന് വളർച്ച കുറവാണ്, പക്ഷേ എന്നാൽ മറ്റേതിന് നല്ല രീതിയിൽ വളർച്ചയുണ്ട്. അതും കിഴങ്ങും ഈ ചെറിയ ആമ്പലിൻ്റെ തൈകളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഴപ്പമില്ല, രണ്ടും നല്ല രീതിയിൽ വളർന്നു തന്നെ വരും. ഇതിനി വലിയൊരു പോട്ടിലേക്ക് മാറ്റാമെങ്കിൽ ഉടനെ തന്നെ ഇത് പൂവിടുകയും നല്ല ഒരു പ്ലാന്റായിട്ട് മാറുകയും ചെയ്യും. പക്ഷേ ഇത് ഉടനെ ഒന്നും നമുക്കത് മാറ്റേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ ഇലകൾ വലുതായി വന്നതിന് ശേഷം മാത്രം ഇത് മാറ്റിയാൽ മതി. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഇത് ഷെയർ ചെയ്തൊന്ന് കൊടുക്കണം. താങ്ക് യു.